ഗുരുവായൂരിൽ വർഗീയ പ്രചാരണവുമായി NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ. ഗുരുവായൂർ നിരോധികളെയും അമ്പല വിരോധികളെയുമാണ് ഇവിടെ MLA ആക്കുന്നത്. 48% ഹിന്ദു ജനസംഖ്യയുള്ള മണ്ഡലത്തിൽ LDFും UDFും മത്സരിക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രമാണ്. ഗുരുവായൂരപ്പനിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്ന MLA NK അക്ബറിന് ധൈര്യമുണ്ടോ എന്നും വെല്ലുവിളി. ഹിന്ദു വിരുദ്ധ സമീപനത്തിന്റെ ഭാഗമാണ് ഇരുമുന്നണികളുടെയെന്നും ബി ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. അതേസമയം പരാമർശത്തിൽ KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും പരാതി നൽകി. ലെവിൻ K. വിജയൻ നൽകും വിവരങ്ങൾ. ലെവിൻ, ഇതാദ്യമയാള ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഇത്തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയതാണ്, NDA സ്ഥാനാർത്ഥിയാണ്. അക്കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കടുത്ത വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത്. നിയമ നടപടിയിലേക്ക് പരാതി ചെന്നിട്ടുണ്ട്. എത്രത്തോളം നിയമ നടപടിക്കുള്ള സാധ്യതയുണ്ട്? വിവരങ്ങൾ. അരുണ്യ, ബി ഗോപാലകൃഷ്ണൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അദ്ദേഹം BJPയുടെ പ്രതിനിധിയാണ്, RSSന്റെ നേതാവായി പ്രവർത്തിച്ചു വന്ന ആളാണ്. പക്ഷേ ജനാധിപത്യപരമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രതികരണം എന്നുള്ളതാണ് ഗൗരവകരമായ കാര്യം. ഗുരുവായൂർ മണ്ഡലത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് കഴിഞ്ഞ ദിവസമാണ് പത്രിക പുറത്തു വന്നതും പ്രഖ്യാപനമുണ്ടായതും ഗുരുവായൂരിലേക്ക് മത്സരത്തിനായി ബി ഗോപാലകൃഷ്ണൻ എത്തുന്നതും. പക്ഷേ അവിടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള NK അക്ബറിനെ അപഹസിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ അവിടെ പരമ്പരാഗതമായി മുസ്ലിം ലീഗാണ് UDFന്റെ ഭാഗത്തു നിന്നും മത്സരിക്കുന്നത്. അങ്ങനെ മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ആ മണ്ഡലത്തിൽ മത്സരത്തിൽ സ്ഥിരമായി എത്തുന്നതിനെ കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ വിമർശനം ഉന്നയിക്കുന്നത്. 48%-ലധികം ഹിന്ദുക്കളാണ് ആ മണ്ഡലത്തിലുള്ളത് എന്ന് അദ്ദേഹം പറയുമ്പോൾ 50%-ലധികം മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലമാണ് ഗുരുവായൂർ എന്നുള്ള കാര്യവും മറന്നു പോകരുതെന്ന് അദ്ദേഹത്തെ കൂടി നമ്മൾക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അത്തരം ഒരു മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് സ്ഥിരമായി ഇത്തരത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ എത്തുന്നത് എന്നുള്ള ചോദ്യമാണ്. അത് ഒരു വർഗീയ ചായയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗുരുവായൂരപ്പനിൽ വിശ്വാസമുള്ള ആളാണ് താനെന്ന് പറയാൻ അവിടെ എത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ധൈര്യമുണ്ടോ, പ്രത്യേകിച്ച് NK അക്ബറിന് ധൈര്യമുണ്ടോ എന്നുള്ള തരത്തിലൊരു വെല്ലുവിളിയും നടത്തുന്നത്. ഹിന്ദു വികാരം ഉണർത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വൈകാരിക പരാമർശങ്ങളൊക്കെ നടത്തി ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കി അതിലൂടെ വോട്ട് സമാഹരിക്കാമെന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ NDAയുടെയും ഗോപാലകൃഷ്ണന്റെയും ഒക്കെ പ്രതീക്ഷ. പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾ മറ്റ് സമുദായങ്ങളെയും മതങ്ങളെയും ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപനം നടത്തി ഒരു വശത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അതിനെതിരെയാണ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും നൽകിയ പരാതിയിൽ ഗോപാലകൃഷ്ണൻ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വിഭജനമുണ്ടാക്കി വോട്ട് വിഹിതത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മത്സരരംഗത്ത് നിന്നും അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പരാതി നൽകിയത്. ഗോപാലകൃഷ്ണന്റെ പ്രതികരണം നവമാധ്യമങ്ങളിൽ BJPയുടെ ഔദ്യോഗിക ഹാൻഡിലുകളിലൂടെയും അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് മറ്റ് സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും ഒക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വാട്സാപ്പ് മുഖേനയും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും അതോടൊപ്പം തന്നെ പരാമർശങ്ങളും ഒക്കെ വലിയ തോതിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇത്തരം വർഗീയ പ്രചാരണങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ എങ്ങനെ നേരിടുമെന്ന് തെരഞ്ഞെടുപ്പിൽ കാത്തിരുന്നു കാണാം. ലെവിൻ K. വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.